ഓ, നമുക്കൊരു കഥ കേട്ടാലോ? ഒരു കുഞ്ഞു കഥ പറയാട്ടോ. ഒരിടത്ത് ഒരു കാട്ടില് ഒരു ആടിന് 3 കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം ഈ ആട്ടുമാമ അല്ലേ, ആട്ടുമാമ ഇങ്ങനെ തീറ്റ തേടി പോകാൻ നേരത്ത് കുഞ്ഞുങ്ങളെ വിളിച്ചു. ചിന്നുമോളെ ഒന്ന് വന്നേ. എന്നെ അമ്മേ, ആരും വന്നാലും വാതിൽ തുറന്ന് കൊടുക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞു. അന്നേരത്തേനും എന്നെ അമ്മയെന്ന് ചോദിച്ചോണ്ട് ചിന്നുമോളുടെ അനിയത്തി കുഞ്ഞാട് വന്നു. മുന്നമോളെ ഓടി വന്നേ. ഓടി അമ്മ പറഞ്ഞ കേട്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ആര് വന്നാലും വാതിൽ തുറന്ന് കൊടുക്കല്ലെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പൊന്നു അന്നേരത്തേന്ന് വെച്ചു, പൊന്നു ആര് വന്നാലും വാതിൽ തുറന്ന് കൊടുക്കല്ലോ കേട്ടോ, അമ്മ പോയി തീറ്റയൊക്കെ തേടി കൊണ്ട് തരാട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ ആട് തീറ്റ തേടാൻ പോയി. 3 പേരെയും വീട്ടിലിരുത്തി 3 പേരും കൂടെ കളിച്ചോണമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ തീറ്റ തേടിപ്പോയി. അമ്മ തീറ്റ തേടി പോയ സമയത്ത് വാതിലൊക്കെ നല്ലപോലെ അടച്ചേക്കുമല്ലേ, 3 പേരും വീട്ടിൽ കളിക്കുകയല്ലേ. ആ സമയത്ത് ഒരു ചെന്നായി അതിലേ വന്നു. ചെമ്പൻ ചെന്നായി അതിലേ വന്നപ്പോ ചെന്നായി പറഞ്ഞു ചെന്നായി അന്നേരം പറഞ്ഞു, മക്കളെ ഞാൻ വന്നു, വാതിൽ തുറക്കാൻ പറഞ്ഞു. ഓടിപ്പോയി വാതിൽ തുറക്കാവോ? പാടില്ല. വാതിൽ തുറക്കാനായിട്ട് പൊന്നു ഏറ്റവും കുഞ്ഞു ഓടി ചെന്നപ്പോഴേക്കും മുന്നേ പറഞ്ഞു, ചിന്നുവാട് പറഞ്ഞു, വേണ്ട അങ്ങനെ തുറക്കല്ലെന്ന് അമ്മ പറഞ്ഞേ. മോനെ നമുക്കേ ഇതിൻ്റെ അടിയിൽ കൂടെയുള്ള പൊത്തിൽ കൂടെ നോക്കാം, അമ്മയാണോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടെ പൊത്തിൽ കൂടെ നോക്കിയപ്പം കാല് മാത്രമേ കാണത്തുള്ളൂ. കാല് നോക്കിയപ്പം കറുത്ത കാല്. അന്നേരം പറഞ്ഞു, ഇത് ഞങ്ങളുടെ അമ്മയുടെ കാലല്ലല്ലോ, ഇത് ഞങ്ങളുടെ അമ്മയുടെ കാല് വെളുത്ത കാലാണല്ലോ, ഇത് കറുത്ത കാലാണല്ലോ എന്ന് പറഞ്ഞു. അന്നേരത്തേനും ചെന്നായി പറഞ്ഞു, ഞാൻ ചെളി ചാടിയത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ വേറൊരു പൊത്തിൽ കൂടെ വലിയ ആടന്നേരം നോക്കിയപ്പോൾ മനസ്സിലായി ഇതൊരു ചെന്നായി കള്ളത്തരം പറയുന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു, ശരി ഞങ്ങൾ നോക്കട്ടെ എന്ന് പറഞ്ഞു. ചെന്നായി അവിടെ വെയിറ്റ് ചെയ്ത സമയത്ത് 3 ചേട്ടത്തി അനിയത്തിമാരും കൂടി എന്നാ ചെയ്തെന്നറിയാവോ, അവിടെ ഒരു വലിയ വിറകൊക്കെ പെറുക്കി വെച്ച് തീ അങ്ങോട്ട് കത്തിച്ചു. തീ കത്തിച്ചിട്ട് അവരെന്നിട്ട് ചെന്നായിയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ഞങ്ങൾക്ക് ഈ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നീ മോളിൽ കൂടെ ഇങ്ങ് പോരാൻ പറഞ്ഞു. എന്നിട്ട് ചെന്നായി വലിഞ്ഞു കയറി അവരുടെ വീടിൻ്റെ മുകളിൽ കൂടെ കയറിയിട്ട് താഴോട്ടൊറ്റ ചാട്ടം വെച്ച് കൊടുത്തു. എങ്ങോട്ടാ ചാടിയത്? തീക്കകത്തോട്ട്. അന്നേരത്തേനും ഉണ്ടല്ലോ ചെന്നായുടെ കാല് പൊള്ളി, അല്ലയോ പൊള്ളിയേ എന്നും പറഞ്ഞുകൊണ്ട് അവർ ഓടിപ്പോയി. അപ്പം അമ്മ കേട്ടത് കൊണ്ട്, അമ്മ പറഞ്ഞത് അനുസരിച്ചത് കൊണ്ട് 3 ആട്ടും കുഞ്ഞുങ്ങളും ചെന്നായുടെ വായിപ്പെടാതെ രക്ഷപ്പെട്ടു. നല്ല കഥയാണോ? നാളെ ഇത് പീക്കുവാവ നല്ലപോലെ പറയുമോ അച്ചമ്മയോട്? നല്ല കഥയാണെങ്കിൽ ഒരു ചക്കരയമ്മ പറഞ്ഞേ. ഓക്കെ.